എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ പറയാൻ പോകുന്നത് പ്രദ്യുമ്നൻ്റെ ജനനവും ശംഭരവധവും എന്നതിനെക്കുറിച്ചാണ്. ഭഗവാന്റെ പുത്രനാണ് പ്രദ്യുമ്നൻ. അദ്ദേഹത്തിൻ്റെ ജനനത്തിൻ്റെ രഹസ്യം എന്താണ് എന്നും ശംഭരൻ എന്നൊരസുരൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്നും കൂടെ ഉള്ളതിനെ പറ്റിയാണ് ഞാൻ പറയണം. രുക്മിണി സ്വയംവരത്തിന് ശേഷം ഒരു ദിവസം അദ്ദേഹം അരൺമനയിൽ രുക്മിണിയുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രുക്മിണിയുടെ ഒരു ആവശ്യം പറഞ്ഞു. ഇങ്ങനെ സ്നേഹപൂർവ്വം സംഭാഷണം നടക്കുന്നു. എനിക്കൊരു പുത്രനെ തരണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ ഭഗവാന് തോന്നി, ശരിയാണ്, ഏത് സ്ത്രീക്കും വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന ആഗ്രഹമാണ് ഒരു സന്താനം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, നിൻ്റെ ആഗ്രഹം തെറ്റല്ല. നിനക്കുണ്ടാകുന്ന പുത്രൻ കാമദേവൻ്റെ ഒരു അംശമായിരിക്കും, പുനർജന്മമായിരിക്കും എന്ന് മലർമയൻ്റെ അതായത് ബ്രഹ്മദേവൻ്റെ ഒരു അനുഗ്രഹം ഉണ്ട്. അതുകൊണ്ട് അത് നടന്നേ പറ്റൂ, അതാണ് വിധി, അതുകൊണ്ട് ഞാൻ തരാം എന്ന് പറഞ്ഞു. അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം അദ്ദേഹം അച്ഛനെയും മറ്റ് ഉദ്ധവരെ മറ്റെല്ലാവരെയും വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ശബരി ആശ്രമത്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അവിടെ നരനാരായണന്മാരുടെ വിഗ്രഹങ്ങളെ കണ്ട് ഒന്ന് വന്നിച്ച് അവിടെയുള്ളവരെല്ലാം അനുഗ്രഹങ്ങൾ വാങ്ങണം എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും രാജ്യപാലനം നടത്തിക്കൊള്ളും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വരും എന്ന് പറഞ്ഞു. അവരെല്ലാം അതിന് സമ്മതിച്ചു. അങ്ങനെ അദ്ദേഹം തനിച്ചാണ് പോയത്. പോയി ശബരി ആശ്രമത്തിൽ. അപ്പോൾ അതിനു മുമ്പ് അദ്ദേഹം ഗരുഡനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഗരുഡൻ പ്രത്യക്ഷമായി. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഭാർഗവ ദർശനത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഗരുഡൻ ഒരിക്കൽ കൃഷ്ണനെ കാണാൻ വന്നു. ആ സമയത്ത് കൃഷ്ണനെ പറഞ്ഞു, എന്തു പറഞ്ഞു, എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഞാൻ നിന്നെ വിളിച്ചുകൊള്ളാം എന്ന് പറഞ്ഞിരുന്നു. അന്ന് ഗരുഡൻ തിരിച്ചുപോയി. ഇന്ന് അതേ കൃഷ്ണൻ തന്നെയാണ് ഗരുഡനോട് പറഞ്ഞു. ഗരുഡനെ ധ്യാനിച്ചു വിളിച്ചപ്പോൾ ഗരുഡൻ വന്നു. അങ്ങനെ ഗരുഡൻ്റെ മുകളിൽ കയറി അദ്ദേഹം ശബരി ആശ്രമത്തിൽ പോയി. ശബരി ആശ്രമത്തിൽ പോയ സമയത്ത് അവിടെ എല്ലാ ആശ്രമവാസികൾ, അതായത് ഒരുപാട് ഋഷീശ്വരന്മാർ അവിടെ ഉണ്ടായിരുന്നു, ധ്യാനം ചെയ്തുകൊണ്ടിരുണ്ടായിരുന്നു. അവരൊക്കെ ഉടനെ എണീറ്റ് വന്നു, അദ്ദേഹത്തെ സ്വീകരിച്ചു. അവർക്ക് മനസ്സിലായത് ശ്രീകൃഷ്ണനാണ് എന്ന്. വാസ്തവത്തിൽ ഇദ്ദേഹത്തിൻ്റെ യാത്ര ശബരി ആശ്രമത്തേക്ക് അല്ലായിരുന്നു, കൈലാസത്തേക്കായിരുന്നു. പക്ഷേ ഇതൊന്നും ഇവരോട് ആരോടും പറഞ്ഞിട്ടില്ല അദ്ദേഹം. അപ്പോൾ കൈലാസത്ത് പോകുന്ന സമയത്ത് ഇവരോട് എന്താ പറഞ്ഞിരിക്കുന്നത്, ബാക്കിയുള്ളവരോട് ശബരി ആശ്രമത്തിൽ പോകുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ വാക്കുകൂടെ പാലിക്കണമല്ലോ, അതുകൊണ്ടാണ് അവിടെ ഇറങ്ങിയത്. എല്ലാവരെയും കണ്ടു. അവിടെ അതായത് ശിവഭൂതങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. അതായത് ഖണ്ഡകൻ എന്നൊരു ശിവഭൂതനും കർണൻ എന്നൊരു ശിവഭൂതവും വികൃത രൂപികളായി രാക്ഷസ രൂപങ്ങളായി ഉണ്ടായിരുന്നു ശിവഭൂതങ്ങൾ. ഖണ്ഡകൻ, കർണൻ. ഈ കർണൻ പറയുന്നത് മറ്റേ കർണനല്ല കേട്ടോ, കുന്തിപുത്രൻ കർണനല്ല. ഇത് പേര് ഒന്നേ മാത്രമേ ഉള്ളൂ, പല പേരുകളും ആവർത്തിക്കപ്പെടും, തെറ്റിദ്ധരിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞ് കർണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കർണനല്ല, ഇത് ശിവഭൂതമാണ്, വികൃത രൂപികളാണ്, കണ്ടാൽ ഭയപ്പെടും. അപ്പോൾ അദ്ദേഹം മഹാവിഷ്ണു ശ്രീകൃഷ്ണൻ അദ്ദേഹം തൻ്റെ കരങ്ങൾ കൊണ്ട് അവരെ തൊട്ടു. അതിൻ്റെ ഫലമായി അവർ സുന്ദര രൂപങ്ങളായിത്തീർന്നു. അപ്പോൾ അവർ അപേക്ഷിച്ചു, ഞങ്ങൾ കൂടെ കൈലാസത്തേക്ക് വരാമെന്ന്. അദ്ദേഹം പറഞ്ഞു, ശരി, വന്നു എന്ന് പറഞ്ഞ് ഗരുഡൻ്റെ മുകളിൽ ഇരുത്തി അവരെ രണ്ടുപേരെയും കൂടി കൈലാസത്തേക്ക് പോയി. കൈലാസത്തെ അവിടെ എത്തിയ ഉടനെ, കൃഷ്ണനെ കണ്ട ഉടനെ അവിടെ കൈലാസം മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞു. ഭക്തന്മാരെ കൊണ്ട് പലരും, ദേവന്മാരും അസുരന്മാരും അവിടെ കൈലാസത്ത് ഇനി പറയാനില്ല. ശിവഭൂതങ്ങളും എല്ലാവരും, ബ്രഹ്മാവും എല്ലാവരും നിറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹത്തെ വന്നിച്ചു. അങ്ങനെ ഇരുന്ന സമയത്ത് കൈലാസനാഥൻ സാക്ഷാൽ പരമശിവൻ അവിടെ എത്തി. അദ്ദേഹത്തിൻ്റെ കാലുകളൊക്കെ ചോദിച്ചു, ഈശ്വര, താങ്കൾ ഇവിടെ വരാനുള്ള കാരണം
അറിഞ്ഞാൽ കൊള്ളാം. അതാ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വരുന്നതിൻ്റെ കാരണം താങ്കൾക്കും അറിയാം. താങ്കൾ എന്തിനാണ് എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ചോദിച്ച അവസ്ഥയ്ക്ക് ഞാൻ പറയാം. എനിക്കൊരു പുത്രലാഭം ഉണ്ടാകണം. താങ്കളാൽ കൊല്ലപ്പെട്ട കാമദേവൻ്റെ പുത്രൻ എനിക്ക് ലഭ്യമാകണം. എനിക്ക് തരണം. അതിനെ അനുഗ്രഹിക്കണം. എന്നാൽ മാത്രമേ ഒരു അസുരൻ വധിക്കപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹം പറഞ്ഞു കൊടുത്തു, ആ രഹസ്യം പറഞ്ഞു കൊടുത്തു. കാമദേവൻ കാമവൈരിയാണല്ലോ അദ്ദേഹം, അതുകൊണ്ടാണല്ലോ അവിടെ പോയത്. അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാമല്ലോ. കാമവൈരിയുടെ അടുത്ത് തന്നെ പോയി വാങ്ങണമെന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ടാണ് അവിടെ പോയത്. അപ്പോൾ കാമവൈരി പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ ഭസ്മമാക്കി കളഞ്ഞു. അദ്ദേഹത്തിന് വേറൊരു പുനർജന്മവും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ പുനർജന്മം ശക്തിവാനല്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു ഭാഗം വീണ്ടും ഉണ്ട്. അതിനെ ഞാൻ താങ്കൾക്ക് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ അനുഗ്രഹം വാങ്ങി ഇങ്ങോട്ട് വന്നു. രുക്മിണി ഗർഭിണിയായി. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ശംഭരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. ഈ ശംഭരൻ, അസുരന്മാരൊക്കെ സ്മാർട്ടാണ്, പക്ഷേ എക്സ്ട്രാ സ്മാർട്ടാവരുത്. അവിടെയാണ് സ്മാർട്ട്നെസ് നല്ലതാണ്. ഓവർ സ്മാർട്ടായി കഴിഞ്ഞാലുണ്ടല്ലോ പല ബുദ്ധിമുട്ടുകളുണ്ടാവും. നമുക്ക് സ്വാധീനം ഉണ്ടാവും, പണം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ ഒരവസരത്തിൽ ഇതൊന്നും പ്രയോജനപ്പെടില്ല. ഓവർ സ്മാർട്ടായി കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും അധികം ആഗ്രഹിക്കുന്നതാണ്, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനൊരു ഉദാഹരണമാണ് ഇദ്ദേഹം. പോട്ടെ. അപ്പോൾ ഈ അസുരൻ എന്ത് വിചാരിച്ചറിയോ? അസുരന്മാർക്കുള്ള സ്വഭാവ ബുദ്ധിയാണ്. അവർ മരണത്തെ ഭയപ്പെട്ടുള്ളൂ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ലോകത്ത് ഒന്നിനും ഭയമില്ല, മരണത്തെ ഭയമാണ്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? ഇങ്ങനെ ആലോചിച്ചു, നമ്മളുടെ പൂർവികരെല്ലാവരും മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പലവിധമായ അനുഗ്രഹങ്ങൾ വാങ്ങി, പക്ഷെ അതിൽ നിന്നും രക്ഷപ്പെട്ടില്ല. ഇദ്ദേഹം എന്ത് വിചാരിച്ചു? അവർക്കൊന്നും ബുദ്ധിയില്ല. അവരെ എല്ലാത്തിനും ഒരു ലൂപ്പ് ഹോൾ, അതായത് രക്ഷാമാർഗം കൊടുത്തിരുന്നു ദേവന്മാർക്ക് അവരെ കൊല്ലാൻ. അതുകൊണ്ട് അത് കൊടുക്കരുത്. അതായത് ഹിരണ്യാക്ഷൻ, ഹിരണ്യകശുവും എല്ലാം വന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മൾ. ഈശ്വരൻ പല വേഷത്തിൽ വന്ന് നരസിംഹമായി അവതരിച്ചു, ഇങ്ങനെയൊക്കെ ഒന്നുമില്ല. അപ്പോൾ നരസിംഹം അവതരിക്കുമ്പോൾ അയാൾ ചോദിച്ച വരത്തിൽ ഒരു രാവില്ല പകലില്ല എന്നൊക്കെ ചോദിച്ച സമയത്തല്ലേ ഉമ്മർപടി വെച്ച് കൊന്ന. അപ്പോൾ അതിങ്ങനെ ഒന്നും ഇടവയ്ക്കാതെ എൻ്റെ പൂർവികന്മാർക്ക് അത്ര ബുദ്ധിയില്ലായിരുന്നു എന്നുള്ള ചിന്തയിൽ അതല്ലാത്ത ഒരു വരം വാങ്ങണം പറഞ്ഞ് ബ്രഹ്മദേവനെ കുറിച്ച് തപസ് കിടന്നു. ഭയങ്കരമായ തപസ്. ബ്രഹ്മദേവൻ പ്രത്യക്ഷമായി. എന്ത് വരം വേണം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വരം തരാം, ഞാൻ ചോദിച്ച വരം തരാം എന്ന് സത്യം ചെയ്യുകയാണെങ്കിൽ മാത്രം ഞാൻ തപസ് നിർത്താം. ഓ ശരി, അത് കൊടുത്തു. എനിക്ക് മരണം പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് കുറച്ച് കഠിനമായതാണ്, ജനിച്ചാൽ മരിച്ചേ പറ്റൂ, അതല്ലാതെ വേറെ എന്തെങ്കിലും ചോദിക്കും. ഓ ശരി. അഥവാ ഞാൻ മരിക്കപ്പെടാണെങ്കിൽ മനുഷ്യരാലോ ആയുധങ്ങളാലോ ഒന്നും കൊല്ലാൻ പാടില്ല, എന്നെ ആരാലും കൊല്ലപ്പെടാൻ പാടില്ല. ഞാൻ മരിക്കുകയാണെങ്കിൽ കാമദേവൻ്റെ കയ്യാൽ മാത്രമേ മരിക്കാൻ പാടുള്ളൂ. കാമദേവൻ്റെ കയ്യാൽ മാത്രമേ ഞാൻ മരിക്കാൻ പാടുള്ളൂ. ഓ അങ്ങനെ ആയിക്കോട്ടെ, അവനും കൊടുത്തു. അതെന്താ അങ്ങനെ പറയാൻ കാരണം? കാമദേവൻ്റെ കയ്യിൽ നിന്ന് മരിക്കാൻ കാരണം. അപ്പോൾ ഇയാൾ ഞാൻ പറഞ്ഞില്ലേ ഓവർ സ്മാർട്ടാണ്. അതായത് ശിവൻ കാമദേവനെ വധിച്ചു കഴിഞ്ഞു, ഭസ്മമാക്കി കഴിഞ്ഞു. അപ്പോൾ ഇയാളുടെ ബുദ്ധിയിൽ എന്തെത്തി? അയാൾ മരിച്ചു കഴിഞ്ഞു, ഇയാളെ ഇനി തിരിച്ചു വന്നിട്ട് എന്നെ കൊല്ലാൻ പോകണം. അപ്പം ഞാൻ ബ്രഹ്മാനെ വിഡ്ഢിയാക്കി എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായി. അതാ പറഞ്ഞ ഓവർ സ്മാർട്ട്. അങ്ങനെ ഇരുന്ന സമയത്ത്, അങ്ങനെ അയാൾ തൻ്റെ വിലാസങ്ങൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാരദൻ, മൂപ്പരുടെ സ്വയം തൊഴിൽ കണ്ടെത്തുക എന്നാണല്ലോ പതിവ്. അയാൾ സ്വയം തൊഴിൽ ഇദ്ദേഹത്തെ കണ്ടു, ശംഭരനെ കണ്ടു. പറഞ്ഞു, ഈ ശംഭര, നീ വലിയ ബുദ്ധിമാനൊക്കെയാണ് എൻ്റെ വിചാരം, പക്ഷേ നീ ബുദ്ധിയില്ല നിനക്ക്. കാരണം നീ കാമദേവനാൽ വധിക്കപ്പെടുമെന്ന്
നീ വരം വാങ്ങി കാമദേവൻ മരിച്ചു എന്നൊക്കെയാണ് എൻ്റെ വിചാരം. പക്ഷേ നിന്നെ കൊല്ലാനുള്ള കാമദേവൻ്റെ അംശം അവിടെ രുക്മിണിയുടെ വയറ്റിൽ വളർന്നു കഴിഞ്ഞു. അതുകൊണ്ട് സൂക്ഷിക്കുക. ഒരേ ഒരുപോലെ ഇയാൾക്ക് ഓർക്കില്ല. അപ്പം ഇയാളെന്ത് വിചാരിച്ചറിയോ, പിന്നെയും മൂപ്പര് വേറൊരു സ്മാർട്ട്. മറ്റേവരൊക്കെ നേരിട്ട് പോയി കൊന്നു, ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുക. ഇയാളൊന്നും ചെയ്തില്ല. ഇദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ അവിടെ രുക്മിണിയുടെ ഗർഭത്തെ സൂക്ഷ്മമായി വീക്ഷി. ഇയാളൊരു മായാവി കൂടിയാണ്. സുതരാക്ഷസന്മാർ മായാവികളാണ്. ഇദ്ദേഹം സ്വന്തം മായയാൽ അവിടെ പ്രവേശിച്ച് ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടുവരുന്നു ഈ ഇവളുടെ ഗർഭത്തിൻ്റെ സ്ഥിതി. അങ്ങനെ ആയ സമയത്ത് ഒരു രാത്രിയിൽ രുക്മിണി പ്രസവിച്ചു ഒരു സുന്ദരമായ ആൺകുട്ടി. ഇദ്ദേഹം ഉടനെ അവിടെ വന്ന് സ്വന്തം മായയാൽ ആ കുഞ്ഞിനെ എടുത്തു കൊണ്ടുപോയി നേരെ കൊണ്ടുപോയി. ഇവന് ജീവിച്ചിരുന്നാലേ ബുദ്ധിമുട്ടുള്ളൂ. സമുദ്രത്തിലേക്ക് ഒരറ്റ കയറി. അപ്പോൾ ജനിച്ച കുട്ടിയാണ് സമുദ്രത്തിലേക്ക് കയറുന്നത്. അവിടെ പലവിധമായ മത്സ്യങ്ങളുണ്ട്, തിമിംഗലം മുതലായ മത്സ്യങ്ങൾ. അവർ തിന്നോളും. എന്താ ചെറിയ ഇത്ര നാളല്ല ഉണ്ടാവുള്ളൂ ജനിച്ച കുട്ടി. ഇതൊക്കെയാണ് മൂപ്പരുടെ ധാരണ. അത് വലിച്ചു. അതങ്ങനെയായി. അപ്പോൾ ഈ കാമദേവൻ മരിച്ച സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഭാര്യ രതി എന്നാണ് പേര്. ഈ രതി വളരെ കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അവിടെയും നാരദൻ വന്നു പറഞ്ഞു, കരണ്ട, നിൻ്റെ ഭർത്താവ് മരിക്കില്ല. അവനിങ്ങനെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പുത്രനായി രുക്മിണിയുടെ പുത്രനായി അവിടെ ഉണ്ടാവും. അതുകൊണ്ട് നീ പേടിക്കണ്ട. അവനെ നിർഭാഗ്യവശാൽ നിൻ്റെ വീട്ടിൽ തന്നെ വളരും. അതുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും അവിചാരിതമായ ഒരു പുത്രൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവനെ സൂക്ഷിച്ച് വളർത്തുക. ശമ്പരനെ കാണാതെ വളർത്തുക. ഒന്ന്. അപ്പോൾ ശമ്പരനെ കാണാതെ വളർത്തുക പറഞ്ഞാൽ ഇവർക്കും ശമ്പരനും എന്താ ബന്ധം? അതുകൂടെ പറയണമല്ലോ. പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, ശമ്പരൻ്റെ വീട്ടിൽ രാജധാനിയിൽ വേഷം മാറി ഒരു വേലക്കാരിയായി അവിടെ ചേരുക. മായാവതി എന്ന പേരിൽ ചേരുക. ആദ്യം മായാവതി എന്ന് പേര് അദ്ദേഹം പറഞ്ഞില്ല കേട്ടോ, അത് ഞാൻ പറയണോ മാത്രം. അവിടെ ഒരു വേലക്കാരിയായി ചേരുക. അവിടെ നിന്ന് ബാക്കിയുള്ളവർക്ക് വേണ്ട പോലെ സംഭവിച്ചോളും. അയാളെ കാണാതെ നീ കഴിച്ചു കൊടുക്കണം. ഈ കുട്ടി വലുതായ ഈ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കണം. ശരി പറഞ്ഞു. ഇവരെ ഒരു മായ എന്ന പേരിൽ ശമ്പരൻ്റെ വീട്ടിൽ പണിക്കാരിയായി, അതായത് കുക്ക് വേലക്കാരിയായി ചേർന്നു. ഇവിടെ സമുദ്രത്തിൽ എറിഞ്ഞ ആ കുട്ടിയെ ഒരു മത്സ്യം വിഴുങ്ങി. ആ മത്സ്യത്തിനെ ഒരു മുക്കുവൻ പിടിച്ച് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് ശമ്പര മഹാരാജാവിന് കാഴ്ചവെച്ചു. എങ്ങനെയൊക്കെ കഥ പോകണം നോക്കിക്കോളൂ. വിധിയുടെ വിളയാട്ടമാണ് അവിടെ. ശമ്പരം വേഗം എന്ത് ചെയ്തു, ഇതിനെ വീട്ടിൽ കൊണ്ടുപോയി ഈ മായയുടെ അടുത്ത് കൊടുത്ത് ഇതിനെ ഭക്ഷണം ഉണ്ടാക്കി തരാൻ പറഞ്ഞ് അയാൾ വേട്ടയ്ക്കും പോയി. ഈ മായ അത് മുറിച്ച് നോക്കുന്ന വെച്ചാൽ അതിൻ്റെ അകത്ത് ഒരു സുന്ദരനായ ഒരു കുട്ടി. അപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതാണ് ശമ്പരനെ വധിക്കാനുള്ളതും എൻ്റെ ഭർത്താവിൻ്റെ പുനർജന്മവും കാമദേവൻ്റെ പുനർജന്മവും ഇത് തന്നെയാണ്. ശമ്പരനെ വധിക്കാൻ പറഞ്ഞവനും ഇത് തന്നെയാണ്. അവർക്ക് മനസ്സിലായി. അവരുടനെ അത് വീട്ടിൽ കൊണ്ടുപോയി ശമ്പരനെ കാണാതെ ഇങ്ങനെ വളർത്തി വന്നു. ഈ കുട്ടിക്ക് പ്രായപൂർത്തിയായി, 10-12 വയസ്സായി. ആ സമയത്ത് ഒരു ദിവസം ഇവർ കാമമോഹത്തിൽ ഈ കുട്ടിയെ സമീപിച്ച സമയത്ത് ആ കുട്ടിക്കാണ് പ്രദ്യുമ്നൻ എന്ന് പേര് വെച്ചു. പ്രദ്യുമ്നൻ. അപ്പോൾ ആ കുട്ടിയെ സമീപിച്ച സമയത്ത് ആ കുട്ടി പറഞ്ഞു, പാടില്ല, ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, നിങ്ങൾ എൻ്റെ അമ്മയാണ്, അതുകൊണ്ട് ഇത് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞ സമയത്ത് അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ പുത്രനല്ല, ആ രഹസ്യം ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ഈ നാരദമുനി പറഞ്ഞ വാക്കുകളൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് ഇദ്ദേഹത്തിന് ഏകദേശം ശരിയാണ് എന്ന് തോന്നി.
അപ്പോൾ പറഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഇവർ പറഞ്ഞു, നിങ്ങളിനി ഒട്ടും താമസിക്കാൻ പാടില്ല, അമ്മയെ പോയി കാണണം, അച്ഛനെ പോയി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ ശരി പറഞ്ഞു, 3 പേരും പുറപ്പെട്ടു. അങ്ങനെ അതിനു മുമ്പ് ഇദ്ദേഹം എന്ത് ചോദിച്ചാൽ ശമ്പരനെ വെല്ലുവിളിച്ചു, യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ആ യുദ്ധം ഗംഭീര യുദ്ധം നടന്നു. അതിനുശേഷം ശമ്പരനെ അദ്ദേഹം വധിച്ചു. അപ്പോൾ ശമ്പരൻ്റെ സ്മാർട്ട് ബുദ്ധിയൊന്നും അവിടെ വിധിയുടെ മുമ്പിൽ നടന്നില്ല എന്നർത്ഥം. ശമ്പരൻ വധിക്കപ്പെട്ടു. അതിനുശേഷം നേരെ അവിടെ ദ്വാരകയിൽ പോയി രുക്മിണി അമ്മയെ കണ്ട് ഈ കഥകളെല്ലാം അവരെയും പറഞ്ഞ് മനസ്സിലാക്കി. അതാണ് ശമ്പരവധവും ഇദ്ദേഹത്തിൻ്റെ ജനനം, പ്രദ്യുമ്നൻ്റെ ജനനവും. അതാണ് കൃഷ്ണൻ വിവാഹത്തിന് ശേഷം പിറന്ന ആദ്യത്തെ മൂത്ത മകനാണ് പ്രദ്യുമ്നൻ. അപ്പോൾ രുക്മിണിക്ക് പ്രദ്യുമ്നനല്ലാതെ 9 പുത്രന്മാരുണ്ട്, 10 പുത്രന്മാരാണ്. അതിൽ മൂത്തവനാണ് പ്രദ്യുമ്നൻ. ഇനി നമുക്ക് ബാക്കിയുള്ളത് വിസ്തരിച്ച് പറയാം. ഇതുവരെ കേട്ടതിന് വളരെ നന്ദി, സന്തോഷം, നമസ്കാരം.